സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. തെറ്റായ സ്നേഹം പാടില്ല. തെറ്റായ സ്നേഹങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. 3 വഴി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി രഹസ്യമായിട്ട് ഇത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ. ആക്ച്വൽ MDMA ഇവിടെ ഇല്ല. അതിൽ എലിവിഷവും ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് എലിവിഷം അവർ ചേർക്കുന്നുണ്ട്. MDMA. പാരൻസ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത വീട്ടിലെ കുട്ടികളുടെ ഫോൺ ഉപയോഗം വളരെ കുറവാണ്. ഷാരൂഖ് ഖാൻ്റെ മകനെ അങ്ങനെയാണ് നമ്മൾ ബെയിൽ കൊടുക്കേണ്ടി വന്നത്. ഡ്രഗ്സിനെ സംബന്ധിച്ച് 5 രീതിയിൽ മാത്രമേ ഒരാളുടെവരായിട്ട് കേസെടുക്കാൻ പറ്റൂ. 3 വർഷത്തിൽ ഞങ്ങൾ പിടിച്ചത് നിയർലി 1 lakh ഗുളികളാണ്. പെൺകുട്ടി, ഗേൾ. മലയാളികളുടെ പ്രിയങ്കരനായ പോലീസ് ഓഫീസറും മുൻ DGPയും മുൻ എക്സൈസ് കമ്മീഷണറുമായ ശ്രീ ഋഷിരാജ് സിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ഋഷിരാജ് സിംഗ്. സർ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലഹരിയുടെ ഉപയോഗമാണ്. സിനിമ സെറ്റിൽ നിന്ന് പിടിക്കുന്നു, അല്ലെങ്കിൽ സിനിമ നടന്മാരെ പുറകെ പോലീസ് ചേസ് ചെയ്യുന്നു, വെളിയിൽ നിന്ന് വരുന്ന ചില ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കഥകൾ പുറത്തു വരുന്നു. അത്രമാത്രം കേരളത്തിൽ ലഹരി വ്യാപകമായോ? നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ കാര്യം മൊത്തം നോക്കാം. കേരളം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ഇത് 5-6 വർഷം മുമ്പ് ഞാൻ എക്സൈസ് കമ്മീഷണർ ആയിരുന്നു. അന്ന് മുതൽ ഇവിടെ ഈ പ്രശ്നം ഉണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യാനൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങിയായിരിക്കും. അത് പ്രശ്നം നേരത്തെയും ഉണ്ട്, ചെറിയ രീതിയിൽ. അതിന് 10 വർഷം മുമ്പും ഉണ്ട്. ഇപ്പോൾ കൂടിയത്, ഇപ്പോൾ ഈ കഴിഞ്ഞ 1 വർഷത്തിലൊക്കെ കൂടുതൽ കൂടിയത് അത് ഒരു സത്യമാണ്. ഇതിൻ്റെ പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ 2 ആസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യുന്നു, നമ്മൾ ഇതിൻ്റെ പ്രയോറിറ്റി ആയിട്ട് ഇത് കാണുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ചർച്ച ഇല്ല, സംസാരമില്ല, കേസുകൾ അവർ മറച്ചു വെക്കുന്നു. അപ്പോൾ അവിടേക്ക് MDMA ഇല്ലെങ്കിൽ വേറെ ഗുളികളൊക്കെ അവർ ധാരാളം പോലീസ് പിടിക്കുന്നുണ്ട്, എക്സൈസ് പിടിക്കുന്നുണ്ട്. അങ്ങനെ ന്യൂസ് അവിടെ മറ്റേ സംസ്ഥാനത്തിൽ ഇല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ആ പ്രോബ്ലം അവിടെ ഇല്ല എന്നതല്ല. അത് ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ സ്ഥലത്തിനും ഉണ്ട്. പക്ഷേ കേരളം, നമ്മൾ ഒരു കേരളത്തിനോട് നമ്മൾ അത് പോസിറ്റീവായിട്ട് കാണേണ്ടത്, ഇവിടെ ഈ പ്രശ്നം ആളുകൾ, സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു, ഇത് സംസാരിക്കുന്നു. ആളുകൾക്ക് മനസ്സിൽ ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ട്, പാരൻസിൻ്റെ മനസ്സിൽ ആശങ്ക ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും നേരമൊക്കെ സ്കൂൾ കോളേജിൽ പോകുന്ന ആളാണ്. 4000 സ്കൂളുകളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതൊരു വലിയ ഗൗരവമായിട്ട് എടുത്ത ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളൊരു 20%-30% കാര്യം നമ്മൾ സാധിച്ചിരിക്കുന്നു. അതായത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി, ഒരു വലിയ ബോധവൽക്കരണത്തിലേക്ക്. ഇനി ബോധവൽക്കരണത്തിൻ്റെ ഇത് നിയന്ത്രിക്കാനും പല സ്റ്റെപ്പുകളും നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രശ്നമുണ്ടെന്ന് എല്ലാ ആളുകൾക്കും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. സമൂഹം ഇത് ഇപ്പോൾ നേരിടാൻ വേണ്ടി തയ്യാറായി ഇരിക്കുന്നു. കേരളത്തിൽ വ്യാപകമായിട്ടുള്ള മാരക ലഹരി ഏതാണ്? സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഇപ്പോൾ പ്രശ്നം. പണ്ട് നമ്മൾ ഈ കഞ്ചാവും അല്ലെങ്കിൽ ഈ ഹീറോയിനും ഇതൊക്കെ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ഡ്രഗ്സ് ആണ്. ഏത് പൂ നിന്ന് ഉണ്ടാക്കാം, ഇതിൻ്റെ സ്റ്റെം നിന്ന് ഉണ്ടാക്കാം, ജഡം നിന്ന് ഉണ്ടാക്കാം, അതായിരുന്നു. പക്ഷേ ആ ട്രെൻഡ് ഇപ്പോൾ മാറി. കാരണം ഇതിൻ്റെ ഉൽപ്പാദനം ഇവിടെ ഒന്നുമില്ല. ഇതിനു വേണ്ടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഈ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ഇവിടെ ഇപ്പോൾ പുതിയ ട്രെൻഡ് കഴിഞ്ഞ 1 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ സിന്തറ്റിക് ഡ്രഗാണ്. അത് പുറത്തുനിന്ന് വരുന്നതാണ്, എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. കേരളത്തിലെ ഒരു ഡ്രഗിൻ്റെ ഉൽപ്പാദനമില്ലാതെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഡ്രഗ് വ്യവസായം ഒരു കുറ്റമാവുന്നത് 5 വഴിയിലാണ്: ഉൽപ്പാദനം, ഉപയോഗം, വിതരണം, വിൽപ്പന, പ്രേരണ. ഇതിനകത്ത് ഉൽപ്പാദനം ഇവിടെ ഒന്നുമില്ല. ഇത് എല്ലാ സാധനങ്ങളും നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വന്ന സ്ഥിതിക്ക് ഇതും പുറത്തുനിന്ന് വർത്തണം. ഇതിനകത്ത് ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഈ കഴിഞ്ഞ 1-2 ഡി അഡിക്ഷൻ സെൻറ്ററിലെ
ആളുകളോടുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. ഒരു ഡോക്ടർ ഷാജിയുണ്ട്, അദ്ദേഹം വയനാട്ടിലെ ഒരു സ്വന്തം ഡി അഡിക്ഷൻ സെൻറ്റർ അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ ചോദിച്ചു എന്താണ് പുതിയ ട്രെൻഡൊക്കെ എന്താണ് ജസ്റ്റ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ MDMA പറയാനുണ്ടല്ലോ. MDMA സർ ആക്ച്വൽ MDMA ഇവിടെ ഇല്ല, ശരിയായിട്ടുള്ള MDMA കേരളത്തിലില്ല, കാണുന്നില്ല. കാരണം അത് യൂറോപ്പിൻ്റെ ഒരു ട്രക്കാണ്, യൂറോപ്പ് അമേരിക്ക പുറത്ത് നിന്ന് പറഞ്ഞുള്ള ട്രക്കാണ്. ഇവിടെ ഇതിൻ്റെ ഉൽപ്പാദനം ഇല്ല. കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുണ്ടോ? ഇന്ത്യക്കകത്തും ഇല്ല. അത് പുറത്ത് നിന്ന് ഇപ്പോൾ ഇല്ല, അഥവാ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് വെരി വെരി എക്സ്പെൻസീവ്. അപ്പം നാട്ടുകാർ ഇതിന് ഒരു വേറെ രൂപത്തിൽ ഇത് എടുത്തിരിക്കുന്നു. അത് ശരിക്കുള്ള MDMAക്ക് എന്താ വിലയുണ്ട്? ഒരു ലക്ഷങ്ങളും ആയിരക്കണക്കിന് രൂപ ഒക്കെ അതിന് ഒരു ആയിരക്കണക്കിന് രൂപയിലൊക്കെ ഒരു ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ഇത് ഉണ്ടാവുമെന്ന്. ഇപ്പം നടക്കുന്ന എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യം, ദാറ്റ് ഈസ് വെരി സീരിയസ്. ഇപ്പോൾ ഈ മൈസൂർ ആ ഏരിയയിൽ, മൈസൂർ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ആ ഏരിയകളിൽ ഇത് വ്യാജമായിട്ട് ഇത് വെറും ഒരു MDA പേര് വെച്ചിട്ട് ഒരു ഗുളി ഉണ്ടാക്കുന്നു. അതിനകത്ത് ഈ പേസ്റ്റ്, നമ്മുടെ ചുണ്ണാമ്പ്, ലൈമല്ലേ, ലൈം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കേട്ടിട്ടാണ് ഇത് ഒരു MDA വെറും ഒരു ലെപ്പർ വെച്ചിട്ട് ഇത് അതിൽ എലിവിഷവും ചേർക്കുന്നുണ്ടോ? ഇതിനകത്ത് എലിവിഷം അവർ ചേർക്കുന്നുണ്ട് MDMAയിൽ. അതൊരു സംശയം വേണ്ട. എലിവിഷം അവർ ചേർക്കുന്നതിന് കാരണം ചോദിക്കണം. അതായത് കുറുക്കിക്ക് കിട്ടാൻ വേണ്ടി. എലിവിഷത്തിന് അങ്ങനെ ഒരു അതേസമയം അതിലൊരു വിഷത്തിൻ്റെ എലമെൻറ്റും ഇല്ലേ? അതൊരു നമുക്ക് ഒരു ശരീരത്തിൽ താങ്ങാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ അവർ ചേർക്കുള്ളൂ. ഈ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കാറില്ലേ, ഒരു പാമ്പ് നമ്മുടെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഇപ്പോൾ പുതിയ രീതിയിൽ ഒരു പാമ്പായിട്ട് ആളുകൾ പുറത്ത് നിൽക്കുന്നു. ഈ നൈറ്റ് ക്ലബ്ബുകളിൽ പുറകിൽ ഒരു ലഹരിക്ക് വേണ്ടി അവർ പുറത്ത് പോകുന്നു, കുത്തിപ്പിക്കുന്നു, പറയുന്നു ഒരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവർ കുത്തിക്കുമ്പോൾ അത് പാമ്പിൻ്റെ ചിലപ്പോൾ പാമ്പിൻ്റെ പാമ്പ് കുട്ടിയൊക്കെ ആയിരിക്കാം. അത് കുത്തിയാലും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ആ രീതിയിലാണ് അവർക്കും അറിയാം എത്ര കുത്തിയാൽ അവർക്ക് ആടുന്ന് മരിക്കാൻ പാടില്ലല്ലോ. ആ രീതിയിലേ അവർ ചെയ്യുള്ളൂ. ആ രീതിയിലാണ് അവർ വിഷമം. ഇതിനകത്ത് പ്രശ്നം പറഞ്ഞു വെച്ചാൽ ശരിയായ ഒരു MDMA ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിഷമമായ കാര്യമാണ് ഇത്. വ്യാജ MDA എന്ന് പറഞ്ഞാൽ അത് നേരെ കിഡ്നിയെ പോയി അവർ അറ്റാക്ക് ചെയ്യുകയാണ്, കിഡ്നിയെ ബാധിക്കും. അപ്പോൾ അദ്ദേഹം ഡോക്ടർ ഷാജി പറയുന്നത് ഇങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 35-ന് മേളിൽ ആരും എത്തില്ല, ആള് തട്ടിപ്പോകും. കാരണം ദിസ് ഡയറക്ട്ലി എഫക്ട്സ് കിഡ്നി ആൻഡ് ലിവർ ആൻഡ് ഹാർട്ട്. ആളുകൾ വിചാരിക്കുന്നത് അവർ ഏതൊരു നല്ല ഗുളി അവർ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വ്യാജമായ ഒരു ഗുളിയാണ്. ആ രീതിയിലുമാണ് എല്ലാം മിക്കപ്പോഴും പത്രങ്ങളിലും മറ്റും വാർത്ത വരുന്നത്, ചാനലുകളിലും ഒക്കെ MDMA പിടികൂടി എന്ന് പറഞ്ഞ്, പോലീസ് പിടികൂടി എന്ന് പറഞ്ഞ വാർത്ത. അത് ശരിയല്ലേ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതും MDMA അതും നമ്മൾ പിടിച്ചിട്ട് ശേഷം 2 ജഡ്ജ്മെൻറ്റ് ഞാൻ കണ്ടായിരുന്നു. MDMA പിടിച്ച് പറഞ്ഞിട്ട് 4 കുട്ടികളെ വന്ന് ജയിലിൽ 4-5 മാസമായിട്ട് ജയിലിലുണ്ടായിരുന്നു. 4 മാസം ശേഷമൊക്കെ അതിൻ്റെ റിസൾട്ട് വന്നു, ഇതിൻ്റെ ലാബ് റിപ്പോർട്ട് വന്നു. അത് MDMA ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ ഒരു കസ്റ്റഡിയിൽ അൺഓഥറൈസ്ഡ് കസ്റ്റഡി ആയിപ്പോയും പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസുകാരുടെ ചിലപ്പോൾ നടപടി നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഈ മയക്കുമരുന്നുമായിട്ട് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? എത്ര അളവ്? ഇയാളുടെ കയ്യിൽ ഇതിനകത്ത് അളവെന്ന് NDPS ആക്ടിൽ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. വളരെ തുച്ഛമായ രീതിയിലേ ഉള്ളൂ ഇതിൻ്റെ അളവൊക്കെ. അതും ഒരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് 5 ഗ്രാം, ഒരു 2-3 ഗ്രാമൊക്കെ നമ്മുടെ കഞ്ചാവാണ്. ഹീറോയിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 ഗ്രാമിൻ്റെ താഴെയൊക്കെയാണ്. അഥവാ ആണെങ്കിലും ഇത് ഒരു മെഡിക്കൽ ഇയാൾ നമ്മുടെ വിഡ്രോവൽ സിംറ്റം നിന്ന് ഇയാൾ തിരിച്ച് വരികയാണ്. കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടെന്ന് ആ രീതിയിൽ ഡോക്ടർ സർട്ടിഫൈഡ് ചെയ്തായിട്ടേ ഉള്ളൂ. അത് ഇല്ലാന്ന് ഏകദേശം ഇല്ലാതെ അങ്ങനെ ഒരു റിലാക്സേഷൻ ഇന്ത്യത്തിൽ അവിടെ ഇല്ല. അത് അമേരിക്ക, യൂറോപ്പിലോ ഒക്കെ ഉണ്ട്. അമേരിക്കയിലോ ഒക്കെ ഇപ്പോൾ മാരിജുവാന, ഈ ഗഞ്ചാവിൻ്റെ പേര് ഇംഗ്ലീഷിൽ മാരിജുവാന അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ചോദിച്ചു ഡോക്ടർ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനെ അത് അമേരിക്കയിൽ പോയി അവരോട് സംസാരിച്ചു, വൈ ഡിഡ് യു ലീഗലൈസ് ഇറ്റ്? ഇത് ഞങ്ങൾക്ക് തടയാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് വിചാരിക്കും, ഞങ്ങളും ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാവുള്ളൂ.
അത് അമേരിക്ക, അത് അവരുടെ ചിന്ത. അത് ലീഗലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ ഉപയോഗം കുറയാൻ വഴിയില്ലല്ലോ അല്ലേ? ലീഗലൈസ് ചെയ്തിട്ട് ഉപയോഗം ചെയ്യാൻ വഴി അവർ പറഞ്ഞു ഇത് കൊണ്ട് അവർ നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ദേ ആർ നോട്ട്, അവരെല്ലാം ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാൾ ഭേദം ഞങ്ങളൊരു കടയിൽ നിന്ന് ഇത് ചെയ്താൽ ഞങ്ങൾക്ക് കുറേ ടാക്സും കിട്ടും, അങ്ങനെ പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാം. നൗ ദേ ആർ സെല്ലിങ് ഇറ്റ് ഓവർ ദ കൗണ്ടർ. ഇപ്പം മുടിയും നഖവും പരിശോധിച്ചാൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ അവർ പറയുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, MDMA അവർ ഉപയോഗിച്ചിട്ടുണ്ടോയെന്നും ഉപയോഗിച്ചാലല്ലേ അത് നഖമും മുടിയിലൊക്കെ വരുള്ളൂ. ഇത് ഈ ചുണ്ണായമും ഇല്ലെങ്കിൽ ഈ മറ്റേ റെഡ് പോയിസണൊക്കെ വന്നാണെങ്കിൽ അത് വരുമൊന്നുമില്ല. ഇല്ല, അല്ലെങ്കിൽ ഒരാളെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതൊരു ആക്ച്വലായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഈ മരുന്നുകളൊക്കെ ഇത് ഉണ്ടെങ്കിലല്ലേ ഇതിനകത്ത് വരുള്ളൂ. ഇതിന്റെ പേരിൽ മാത്രമേ വിൽപ്പന നടക്കുന്നേ ഉള്ളൂ. വിൽക്കുന്ന വ്യാജനം. പിന്നെ വേറെ ഒരു ഗുളിയുണ്ട് സ്പാസ്മോപ്രോക്സോമോൺ. അതൊരു വളരെ ഒരു വർഷങ്ങളായിട്ട് മുത്തങ്കം വഴി കേരളത്തിൽ വരുന്നുണ്ടെന്ന കാര്യം അന്ന് എക്സൈസ് കമ്മീഷണറായിട്ട് അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ചുരുങ്ങിയെങ്കിലും മൂന്ന് വർഷത്തിൽ ഞങ്ങൾ പിടിച്ചത് നിയർലി 1 lakh ഗുളികളാണ്. അത് ശരി. അത് ഒരു ചില ഗുളികൾ ആളുകൾക്ക് ഇടയിൽ വളരെ ഇത് നമ്മുടെ എംഫെറ്റമൈൻ, മെത്തെംഫെറ്റമൈൻ, ഫെൻറ്റനയലിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപ് കാനഡ അവരായിട്ട് നടപടി എടുക്കുന്നതിന് പല കാരണങ്ങൾ കൊണ്ട് ഫെൻറ്റനയൽ നിങ്ങൾ കാനഡയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി പ്രസിഡന്റ് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണെന്ന്. യു ആർ സെൻഡിങ് ഫെൻറ്റനയൽ ടു മൈ കൺട്രി. അതൊക്കെ അന്ന് കേരളത്തിൽ വരുന്നുണ്ടായിരുന്നു മുത്തങ്ങ വഴി. ഏത് ഈ പറയുന്ന ഗുളികകളൊക്കെ ഇതൊക്കെ നമ്മൾ പരിശോധിക്കാം. ഞങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാം പിടിച്ചതിന് മിക്കവാറും ഈ KSRTC ബസ് വഴിയൊക്കെ വരുന്നുണ്ട് എന്ന യാത്രാകാരിൽ നിന്നാണ് നമ്മൾ പിടിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഈ വലിയ സാർ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു നല്ല ബോധവൽക്കരണവും അതിനുള്ള തടയുന്നതിനുള്ള ശ്രമവും തുടങ്ങിയെങ്കിലും ഇത് വ്യാപകമായ ഒരു ഇത് വിൽപ്പന നടക്കുന്നുണ്ടോ? വ്യാജനാണെങ്കിലും വിൽപ്പന കാണും. അതിൻ്റെ ഈ ഉറവിടം തടയാൻ നമുക്ക് കഴിയുന്നില്ല. ഉറവിടാൻ അത് അങ്ങനെ ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറിത്തിങ് കംസ് ഫ്രം ഔട്ട്സൈഡ്. ഇതൊക്കെ ഒരു നമ്മുടെ റെയിൽവേ വഴി, കടൽ വഴി, റോഡ് മാർഗം വഴി, എയർപോർട്ട് വഴി ഇവിടെ ആളുകൾ ദിവസേന ഇവിടെ ഒരു സ്വർണം ആളുകൾ കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണമാണെങ്കിൽ അത് ധാതുവാണ്, അത് ചിലപ്പോൾ പിന്നെ എക്സ്റേയെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ എല്ലാ ഗുളികളും പൗഡറായിട്ട് കാണുന്നു. അപ്പോൾ ഒരു മേക്കപ്പ് ബോക്സിൽ ചിലപ്പോൾ 3 സാധനങ്ങൾ, ഒരു സാധാരണ പൗഡറും ഉണ്ട്, ഇതിൻ്റെ ഒരു പൗഡർ ഉണ്ടാക്കി അവിടെ വെച്ചാലൊക്കെ തിരിച്ച് പെട്ടെന്ന് ഒരു 1-2 മിനിറ്റിൻ്റെ അല്ലേ അതിന് പെട്ടെന്ന് തിരിച്ച് കണ്ടുപിടിക്കാൻ പാടാണ്. സിനിമ മേഖലയിൽ ലഹരിയുടെ ഉപയോഗം കൂടുതലാണെന്നൊരു പ്രചരണം. സിനിമ മേഖലയിൽ ലഹരിയുടെ ഉപയോഗം അത് തന്നെ ഒരു മേഖലയാണ്. സ്കൂളുകൾ ഒരു മേഖലയാണ്, കോളേജ് ഒരു മേഖലയാണ്. ആ രീതിയിലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ, പക്ഷേ അത് നമ്മുടെ എക്സൈസ് കമ്മീഷണറായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അവരാരും തടയാനൊന്നുമില്ല. ആർക്കും ഇതൊക്കെ പറഞ്ഞ് നടക്കാനല്ലാതെ അവിടെ പോയി നമ്മൾ പരിശോധിച്ചാൽ മതിയല്ലോ. ഞാൻ പത്രത്തിൽ വായിച്ചു, പോഷ് ആക്ട് ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് സെക്സ്വൽ ഹരാസ്മെൻറ്റ് ആക്ട്. പോഷ് ആക്ട് ഉണ്ടും ഇതിനകത്ത് ആ ഭാഗമായിട്ട് പോഷകത്തിന് അവർക്ക് അവർ നമ്മുടെ ആക്ട്രസിനെ ശല്യപ്പെടുത്തുന്ന രീതിയിലോ ഒക്കെ ആണെങ്കിൽ അവരുടെ ആളുകളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാം. പക്ഷെ അതിനുള്ളൊരു ശ്രമമില്ല. അതെ, അവർ നോബഡി കൻ ശ്രമം. കേരളത്തിൽ ആർക്കും എവിടെ പോയും നമുക്ക് എക്സൈസോ പോലീസിനെ പോയി പരിശോധിക്കാൻ പറ്റും. പക്ഷെ സിനിമയിലേക്ക് കയറാൻ പോലീസ് അവിടെ 1 മണിക്കൂർ ഞങ്ങളൊക്കെ സിനിമയിൽ അവിടെ പോയൊക്കെ ഞാൻ പഠിച്ചില്ലേ. അവിടെ ഈസ് എ പബ്ലിക് പ്ലേസ്. പബ്ലിക് പ്ലേസിൽ പോയി ആർക്കും പരിശോധിക്കാമെന്നേ. ഈ ആര്യൻ ഖാൻ എന്ന ഷാറുഖ് ഖാൻ്റെ മകനെ അവർ പിടിച്ചല്ലോ. അത് വ്യാജമായ കേസായിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി കുറേ ഇതിൽ സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്. ഏത് സമയത്തിൽ ഒരാൾക്ക് ഇത് പരിശോധിക്കാൻ പറ്റും, പരിശോധനയ്ക്ക് ശേഷം എങ്ങനെ ഇയാൾക്ക് പെട്ടെന്ന് മെഡിക്കലിലേക്ക് അയക്കാൻ പറ്റും. മെഡിക്കലിലേക്ക് അയക്കുമ്പോൾ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇയാൾ കൈകൊണ്ട് പിടിച്ചിട്ട് കാര്യമില്ല. ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 5 രീതിയിൽ. ഷാറുഖ് ഖാൻ്റെ മകനെ എങ്ങനെയാണ് നമ്മൾ ബെയിൽ കൊടുക്കേണ്ടി വന്നത്? അദ്ദേഹത്തെ ഒരു ക്രൂയിസിൽ വെച്ചല്ലേ? അല്ല, ക്രൂയിസിൽ പറ്റാണെങ്കിൽ മറ്റേ
സമീർ വാങ്കഡെ എന്ന് പറയുന്ന വലിയൊരു പോലീസ് അതെ, കഴിവുള്ള customs officer. നമ്മുടെ കഴിവുള്ള വക്കീൽ 5 മിനിറ്റേ സംസാരിച്ചുള്ളൂ. ദേർ ആർ ദി ഡ്രഗ്സിനെ സംബന്ധിച്ച് 5 രീതിയിൽ മാത്രമേ ഒരാളിനെതിരായിട്ട് കേസ് എടുക്കാൻ പറ്റുള്ളൂ. ദ സെയിം തിങ് ഹി ടോൾഡ്. ദ ഫസ്റ്റ് ഈസ് ഹി ഹാസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. ഇയാൾ എവിടെ നിന്ന് ക്രൂസിൽ വന്നാണെങ്കിൽ അവിടെ നിന്ന് ഇയാളത് കയ്യിൽ ഉണ്ടായിരുന്നില്ല. 1. നമ്പർ 2, he has not used it. Number 3, he has not tried to sell it, to sell it. ഇതിൻ്റെ ഒരു സെയിൽ അവിടെ ക്രൂസിൽ നടത്തിയിട്ടൊന്നുമില്ല. നമ്പർ 4, he has not tried to distribute it. നമ്പർ 5, he has not പ്രേരിപ്പിക്കുക. he has not solicited to anyone. Why my client is there? അത് കേട്ടിട്ട് അവർ ജാമ്യം കൊടുക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അതൊരു വ്യാജ കേസാണ്. അതെ, അതിന് മാത്രമല്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അവർ പിന്നെ കോടതി അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളിനെ ഒരു ലഹരി വസ്തുവായിട്ട് പിടിക്കുകയാണെങ്കിലും ഒരു ഇതിനെ എന്തു ചെയ്യണമെന്ന്. അത് ഒരു 2 മണിക്കൂറിൽ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ ടോയ്ലറ്റ് പോകാത്ത ആദ്യത്തെ 2 മണിക്കൂറിൽ ടെസ്റ്റ് നടത്താലേ ഇയാൾക്ക് അത് ഈ ഉണ്ടെങ്കിൽ അറിയത്തുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം പോലെ ടോയ്ലറ്റൊക്കെ പോയാൽ പിന്നെ അതെല്ലാം ശരീരത്തിൽ നിന്ന് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. യൂറിനിലൂടെ പോകും. യൂറിൻ കൊണ്ട് ഇത് ബ്ലഡിൽ ഉണ്ടാവില്ല. ഓൺലി ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ഇസ് യൂറിൻ ടെസ്റ്റ്. അതുകൊണ്ട് മാത്രമേ ഇത് പരിശോധിക്കാൻ പാടുള്ളൂ. ഇത് ആ റിസൾട്ട് വന്ന ശേഷമേ നമുക്ക് പറയാൻ പറ്റും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഈ പത്രങ്ങളിൽ ഇപ്പം വിവാദമായ വിഷയം, ഒരു നടൻ പോലീസ് ചെന്ന് റിസോർട്ടിൽ താമസ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെട്ടത്. അതും അവിടെ ഇരിക്കട്ടെ. നമ്മളെ വേറെ ഒരു നടന്ന കാര്യം, ഒരാഴ്ച മുമ്പ് ലഹരി വസ്തു കൊണ്ട് നടന്ന് ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ഒരു പിടിച്ചിട്ട് ആ കേസിൽ തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റ് താങ്കൾ വായിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് അതൊന്നും നമ്മൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ലെന്ന്? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അന്നേരം ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളിനെ പിടികൂടാനുള്ള ഇപ്പോഴത്തെ നിലവിലെ വ്യവസ്ഥകൾ അത്ര ഗുണകരമല്ല എന്നൂടെ വേണേൽ പറഞ്ഞൂടെ? ഇല്ല. NDPS ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൽ വളരെ കർശനമായ ഒരു നിയമമാണ്. NDPS ആക്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വേറെ ഒരു നിയമത്തിനുമില്ല. 85 വന്ന ആക്ടാണ്. അതായത് ഒരാളെ ലഹരി വസ്തുവിൻ്റെ പേരിൽ നമ്മൾ വിൽപ്പന, വിതരണം, ഉപയോഗം ഇല്ലെങ്കിൽ ഉൽപ്പാദനത്തിന് പിടിച്ചാൽ ഇയാളുടെ ശിക്ഷ കിട്ടുമെന്ന് ഇരിക്കട്ടെ. വീണ്ടും ഇയാൾ ഈ ലഹരി വസ്തുവിൻ്റെ ഈ പറഞ്ഞ കുറ്റങ്ങൾ ചെയ്തിട്ട് പിന്നെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ ദെൻ ഹീ ഷാൽ ബി ഹാങ്ഡ് ടു ഡെത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ നടൻ, ഇപ്പോൾ ഓടി രക്ഷപ്പെട്ട നടൻ തന്നെ കുറേ നാളുകൾക്ക് മുമ്പ് ഇത് കൈവശം വെച്ചതിന് പിടികൂടിയിട്ട് അവസാനം തെളിയിക്കാൻ കഴിയാതെ പുറത്തുപോയി. പക്ഷേ കോടതി നിശ്ചിത വിമർശനം നടത്തി അദ്ദേഹത്തെ സേവ് ചെയ്യാനായിട്ട് പോലീസ് എക്സൈസ് ഒത്തുകളി കളിച്ചു. നമ്മുടെ ആ ആര്യൻ ഖാൻ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ട് മനസ്സിലാക്കണം, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഓടിക്കളഞ്ഞു ഇല്ലെങ്കിൽ ഇയാളത് കയ്യിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ കൊണ്ട് അല്ല ഒരു ലഹരി വസ്തു കോടതി വിമർശിച്ചതിന്. അല്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു 10 ദിവസം മുമ്പ് ഈ ലഹരി വസ്തുവിനെ സംബന്ധിച്ചുള്ള ചില കേസ് നമ്മൾ ലാക്ക് ഓഫ് എവിഡൻസ് കൊണ്ട് നമുക്ക് അത് തെളിയിക്കാൻ പറ്റില്ല കാര്യം നമ്മൾ മറന്നുപോയോ? അല്ല, അതിലാണ് കോടതി പറഞ്ഞത് അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന്. പോലീസിന്റെ കണക്ട് ചെയ്യാൻ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്താലേ അത് നമ്മുടെ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു ബി പ്രൊഫഷണൽ അബൌട്ട്. ഇപ്പോൾ സാറ് ഈ സേനയിലിരിക്കുമ്പോൾ വളരെ സത്യസന്ധനും സമർത്ഥനും പ്രഗത്ഭനുമായ ഒരു ഓഫീസറായിരുന്നു. ഈ മേഖലയിൽ ഇപ്പോൾ പിടികൂടുന്ന ആൾക്കാരെ രക്ഷിക്കാൻ ചിലരെങ്കിലും ഒത്തുകളിക്കുന്നില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ആ ലെവൽ നമ്മുടെ കേരളത്തിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. കൊച്ചിയിലെ വളരെ പ്രമാദമായ ഒരു ഹോട്ടലിൽ നിന്ന് 2 മോഡലുകൾ കാറിൽ സഞ്ചരിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതുമായി ബന്ധപ്പെട്ട ആ ഹോട്ടലിൽ വരുന്ന മുന്തിയ അല്ലെങ്കിൽ വമ്പന്മാരിൽ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കാൻ കേസുണ്ട്. അത് കേസ് ചാർജൊക്കെ ചെയ്തല്ലോ, പിന്നെ വിചാരണ നടക്കുന്നു. പക്ഷെ അതെല്ലാം ഇതുപോലെ തെളിവില്ലാതെ പോകും. ഇത് നമ്മൾ അങ്ങനെ നമുക്ക് ഊഹിച്ചിട്ട് കാര്യം. ഒന്നാമത് കേസ് ട്രയലിലാണ്. ട്രയലിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ആർക്കും സംസാരിക്കാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ ഈ ലഹരി വസ്തുക്കളെ സംബന്ധിച്ച് ആരും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്തിൽ അങ്ങനെ ഒരു ശ്രമം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ അമിതമായ ഉപയോഗം വരുമ്പോൾ ഈ നഖം ഒടിയുക അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോവുക അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയുണ്ടോ? പിന്നെ അവസാനത്തെ ആൾ മരിക്കുകയല്ലേ.
വളരെ ഇത് 5 സ്റ്റേജിൻ്റെ കാര്യമുണ്ട്. ഇതിൽ 5 സ്റ്റേജുണ്ട്. ഒന്ന്, ഇവരൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ ഏതോ ഒരു ടൂർ പാർട്ടിയിൽ, നമ്മുടെ സ്കൂളിൽ ടൂറൊക്കെ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ ഇത് കഴിക്കാനുള്ള 3-4 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, സ്കൂളിൽ തന്നെ ഇത് നമ്മുടെ നടന്ന ക്ലാസ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ടോയ്ലറ്റിൽ, ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ. ഇത് ഇവിടെയാണ് സ്ഥലം. പിന്നെ ഇതിൻ്റെ സ്കൂളിന് പുറത്ത് ഏതോ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ബുക്കിലുമുണ്ട്, ഞാനൊരു വൈകും മുമ്പ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ ഒരു ഇവൻറ്റുകൾ അവരുടെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി, ഇല്ലെങ്കിൽ കല്യാണങ്ങളിലോ ഒരു വേറെ പ്രത്യേക രീതിയിലോ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ രീതികൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ ഈ 1980-90 ഒക്കെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു സമോസയോ ഇല്ലെങ്കിൽ ഒരു വടയോ ഇല്ലെങ്കിൽ ഇതോ കഴിച്ചിട്ട് ചായ കുടിച്ചിട്ടോ നമ്മളെല്ലാം പോവുകയായിരുന്നു, കേക്ക് കട്ട് ചെയ്തിട്ട്. അതിനുശേഷം പിന്നെ ഈ നമ്മുടെ ഈ കൊക്കക്കോളവും ഇങ്ങനെയൊക്കെയുള്ള ഡ്രിങ്ക്സൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ വേണ്ട, നമ്മൾ പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കാം. അവിടെ ഈ പിസ്സ ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെറുതായിട്ട് രീതിയിൽ ഒരു ബിയർ വരെ ഒക്കെ വന്നു. ഇപ്പോൾ അതൊന്നുമല്ല, ഇനിയും എന്തെങ്കിലും ഒരു പുതിയ കാര്യം വേണം, ആഘോഷം ഒരു പുതിയ രീതിയിലാവണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഇതിനകത്ത് കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്തിൽ ആദ്യത്തെ അവർ ചിലപ്പോൾ കുട്ടികൾ ഏതോ ഒരു ആദ്യ സമയം ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ നമ്മൾ ഒരു പിയർ പ്രഷർ പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ട്. ഒരു ആകാംക്ഷ കൊണ്ട് കഴിക്കുക, എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യം ഞാനും നോക്കിയാലോ, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ പിയർ പ്രഷർ, സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ സീനിയർ കുട്ടികളെ നിർബന്ധിച്ചിട്ടാണ് ഇത് ഫസ്റ്റ് ടൈം. ആൻഡ് ഫസ്റ്റ് ടൈം ഉപയോഗം എപ്പോഴും ഫ്രീ ആയിരിക്കും. ലോക്ക് മുഴുവൻ ഇതിൻ്റെ കുറേ പ്രിൻസിപ്പൾസൊക്കെ ഉണ്ട്. തെറ്റാണെങ്കിലും ആദ്യത്തെ അവർ കൊടുക്കുന്നത് എപ്പോഴും ഫ്രീ ആയിരിക്കും. അന്ന് ആ കുട്ടി അത് ചിലപ്പോൾ ഉപയോഗിക്കും സമയം കിട്ടുമ്പോൾ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജാണ് അത് കുട്ടിക്ക് അത് സ്വാദം ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാമുള്ള. മൂന്നാമത്തെ സ്റ്റേജ്, ഇനിയും എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും നമ്മുടെ എല്ലാ ദിവസവും അത് കഴിക്കാൻ ശ്രമിക്കണം. നാലാമത്തെ സ്റ്റേജിൽ പറയാൻ തന്നെ കിട്ടിയില്ലെങ്കിൽ പിന്നെ വെപ്രാളം, ക്രേവിങ്, പിന്നെ വിഡ്രോൾ സിംറ്റം. പിന്നെ അമ്മനോട് പൈസ കൂടുതൽ ചോദിക്കുന്നു, അമ്മ പൈസ തരുവില്ല, അമ്മയെ തല്ലുന്നു. ഈ അമ്മമാരെ കഴിഞ്ഞ 1 വർഷത്തിൽ 10 അമ്മമാരെ അവരുടെ കുട്ടികൾ കൊന്നു. 9 ആൺകുട്ടികൾ, 1 പെൺകുട്ടികൾ. മൊബൈലിൻ്റെ പേരിലാണ് നമ്മുടെ അമ്മയെ അവർ തല്ലി കൊന്നത്. എന്നിട്ട് അപ്പോൾ പോലീസുകാരൊക്കെ അവർ ചോദ്യം ചെയ്യുകയായിരുന്നു. 13 വയസ്സേ ഉള്ളൂ. എത്ര ദിവസമായിട്ട് ഞാൻ പറയുന്നു എനിക്ക് ചുവപ്പ് കളറിലുള്ള മൊബൈൽ ഫോൺ എനിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞ കാര്യം അമ്മ മനസ്സിലാവരുണ്ടേ. ഞാൻ അമ്മയെ ഇടിച്ചു, അമ്മ പഠിച്ചു പോയി. പുള്ളിക്കാരി അത് പറയുമ്പോൾ ഒരു കുറ്റബോധമോ ഒന്നുമില്ല. അത് ആ സമയത്തിലും അമ്മന്നോട് കുടുംബം നടക്കുക. ഒന്ന് ആലോചിച്ച് നമ്മളെ എവിടെ എത്തിരി. പെൺകുട്ടി ഗേൾ ഓഫ് 13-14 years. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് അവർ ചെറുതായിട്ട് രീതിയിൽ എന്തെങ്കിലും ഇത് കഴിച്ച ശേഷമേ നമുക്ക് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ അമ്മനോട് ഈ രീതിയിൽ പെരുമാറ്റമാണെങ്കിൽ നമ്മളത് എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയം വേണ്ട. ഈ ഒരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പേരൻസിന് എങ്ങനെ തൻ്റെ കുട്ടി ഈ ഉപയോഗത്തിലേക്ക് പോകുന്നു എന്നങ്ങനെ ട്രാക്ക് ലക്ഷണങ്ങളുണ്ട്. ഇത് ആരും അറിയാത്ത ഒന്നുമില്ല. ഇതൊക്കെ നമ്മുടെ പേരൻസ്, നമ്മുടെ എല്ലാം പേരൻസ് ആണല്ലോ. അതിനകത്ത് ഇത് പുതിയ ലക്ഷണങ്ങൾ ഇപ്പോൾ പറയാൻ തന്നെ കുട്ടി വീട്ടിൽ വന്നിട്ട് ആരോടും മിണ്ടുന്നില്ല, സഹോദരൻ്റെ കൂടെ കളിക്കുന്നില്ല, ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുന്നു. ചിലപ്പോൾ മുറി അകത്ത് നിന്ന് പൂട്ടിട്ട് മൊബൈൽ ഫോണിൽ ഈ ലഹരി വസ്തുക്കൾ വീട്ടിലെ അടുത്തൊക്കെ എവിടെ കിട്ടുന്നു എന്ന് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. പുതിയ സോഫ്റ്റ്വെയറിൽ പോയിട്ട് ഈ നമ്മുടെ സ്പാസ്മോപ്രോസമോന്ന് ഈ വീട്ടിലെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുമോ, ആ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് അപ്പോൾ തന്നെ പൊങ്ങിയായിട്ട് ആ സ്ഥലങ്ങളുടെ പേര് വന്നിരിക്കും. ഇതൊക്കെ പഴയതായിപ്പോയി ഇപ്പോൾ. ഈ സ്റ്റൈലൊക്കെ ഇറ്റ് ഈസ് ഓൾറെഡി യെസ് താങ്കൾക്ക് ഇവിടെ കിട്ടും, ഈ ജംഗ്ഷനിൽ കിട്ടും പറഞ്ഞു. ഇല്ലെങ്കിൽ രാത്രിയിൽ അവർ ഉറങ്ങുന്നില്ല. ഇതൊക്കെ അച്ഛന്മാർ എന്താ കാണാതെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ ശ്രദ്ധിക്കണം. അമ്മയച്ഛനും ഇതൊക്കെ വാച്ച് ചെയ്യണം അല്ലേ? പിന്നെ അത് ഈ കുട്ടി ഇവർ രാത്രി 1 മണി വരെ രാവിലെ 6-7 മണിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്.
എന്തോ സമാധാനമാണ് ഈ കുട്ടി അമ്മാച്ചന്മാരോടൊക്കെ പറയുന്നത്. പിന്നെ ഈ അമ്മാച്ചൻ ഇതെല്ലാം നോക്കിയിട്ടും ഒരു ദിവസേന അമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന കുട്ടി അമ്മയെ അടുത്ത് പോലെ വരില്ല, ദൂരം പോയിന്ന് ഇയാൾ നടക്കുന്നു. അത് നമ്മൾ തിരിച്ച് മനസ്സിലാക്കണ്ടേ? ദൂരം ഇയാൾ നടക്കുന്നത് ഒരു കാരണമുണ്ട്. ഇയാൾ സ്കൂളിലെ എവിടെയോ ചിലതായിട്ട് ഈ ഇപ്പോൾ കേരളത്തിൻ്റെ വേറെ ഒരു പ്രശ്നം ഇപ്പോൾ പറയുന്നത് പുകയില സാധനങ്ങളാണ്. പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ടുക, ഖാനി, ഹാൻസ്, ഇത് എല്ലാ സ്കൂളുകളിലെ തൊട്ടടുത്തുള്ള തട്ടക്കടകളിലെ ഈ സാധനങ്ങളുണ്ട്. ഈസിലി അവൈലബിൾ. ദാറ്റ് ഈസ് ദെയർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് എൻ്റെ അനുഭവം കൊണ്ട് പറയുക. ഒരു കുട്ടിയും ആദ്യത്തെ കഞ്ചാവ് കഴിക്കാൻ പോകുന്നുണ്ട്. 8th 9th ക്ലാസ്സിൻ്റെ കുട്ടികൾ ആദ്യത്തെ ഈ ഹാൻഡ്സ് പോയി പഠിച്ച് അതിനുശേഷം അത് അവരുടെ ശരീരത്തിൽ ഒരു ചെറിയ ഒരു പട്ടണമൊന്നും ഉന്മേഷം പോലെ ഉണ്ടാകുന്നു. ഈ എല്ലാ സാധനങ്ങളിലും നിക്കോട്ടിനുണ്ട്. അതുകൊണ്ടാണ് പുകയില ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിഷേധിച്ചിരിക്കുന്നു. അതിന് ഒരു ആക്ടുണ്ട്, COTPA, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ സർക്കാർ അത് ബാൻ ചെയ്തിരിക്കുന്നത്. 46 കെമിക്കൽസാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തിരിക്കുന്നത്. ഈ 46 കെമിക്കൽസിൻ്റെ ഒരു കെമിക്കലുണ്ട് നിക്കോട്ടിൻ. അപ്പോൾ നിക്കോട്ടിൻ ഈ വസ്തുക്കളിൽ ഉണ്ട്. അതുകൊണ്ടാണ് ദീസ് തിങ്സ് ആർ ബാൻഡ്. അത് നമ്മളൊന്ന് പിടിച്ചില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അവർ കുട്ടികൾ ഇതിൻ്റെ ഒരു കെണിയിൽ അവർ പെട്ടെന്നത് ഈ സാധനങ്ങൾ കഴിച്ച ശേഷം. പക്ഷേ സ്കൂളുകൾക്ക് അടുത്തുള്ളത് പോലീസിനൊക്കെ അത് ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ്, പ്രിൻസിപ്പൽമാർ ഇത് ആദ്യത്തെ അവരുടെ സ്കൂളിൻ്റെ അടുത്തല്ലേ ഇത് നടക്കുന്നത്. അവരത് കാര്യങ്ങൾ PTA വഴിയോ ഒക്കെ മനസ്സിലാക്കി അത് നമ്മുടെ പോലീസ് വെസായിന്ന് പറഞ്ഞിട്ട് അവർ പിടിപ്പിക്കാനേ ഉള്ളൂ. കുറച്ച് ഹെഡ് മാസ്റ്റർമാർ ഞാൻ കണ്ടു, അവർ എപ്പോഴും ഞങ്ങളെ വിളിക്കുകയായിരുന്നു. പക്ഷെ വളരെ കുറച്ച് ആളേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിൽ വരുന്ന ഒരു കുട്ടിയുടെ അവൻ്റെ ആറ്റിറ്റ്യൂഡെല്ലാം പേരൻസ് വാച്ച് ചെയ്യണം. അപ്പോൾ ഈ കാര്യം നമ്മൾ കുട്ടി അമ്മ അച്ഛനോടൊന്നും അവർ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഇയാൾ എന്തിനു ദൂരം നടക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ വന്നിട്ട് അമ്മ എനിക്ക് വിശക്കുന്നു, അമ്മയുടെ അടുത്ത് വരുന്നു, പിന്നെ അമ്മ കൂടെ അടുക്കളയിൽ പോകുന്നു, അമ്മ എന്തോ ഉണ്ടാക്കി തരുന്നു, അമ്മമായി സംസാരിക്കുന്നു. ആ ആൾ 1-2 മാസം ശേഷം ഇയാൾ മറന്നില്ല. വൈ? ഇയാൾ എന്തെങ്കിലും ഒരു ഹാൻഡ്സോ ഇല്ലെങ്കിൽ ഈ പാൻപരാഗോ ഇല്ലെങ്കിൽ ഖേനി ഇത് ഇയാൾ കഴിച്ചിട്ടുണ്ടാവും. ഈ എല്ലാ സാധനങ്ങളുടെ ഗന്ധം വളരെ തീക്ഷ്ണമാണ്. അത് കുട്ടിക്കറിയാം. അപ്പോൾ ഇത് ഞാൻ അമ്മയുടെ അടുത്ത് പോയാൽ അമ്മ തിരിച്ച് മനസ്സിലാക്കി കളയും. അതിനേക്കാൾ ഭേദം നമ്മൾ അമ്മയുടെ അടുത്ത് പോകേണ്ടതാണ്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതൊരു ഡിജിറ്റൽ ഡിസീസാണ്. ഇത് നമ്മൾ കഴിക്കാനുള്ള രോഗങ്ങളാണ്. ഇത് നമ്മൾ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ്. അതൊരു ഡിജിറ്റൽ ബുദ്ധിമുട്ടുകളാണ്. മൊബൈൽ ഈസ് ആൾസോ എ ലഹരി. അപ്പോൾ വീട്ടിൽ കുട്ടി വരുമ്പോൾ അച്ഛനും അമ്മയും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ വരുമ്പോഴും 3 പേര് ഈ മൊബൈലിൽ നോക്കുന്നു, സംസാരിക്കുന്നില്ല. ഇംഗ്ലണ്ടിൽ ഒരു സർവേ നടന്നു. അത് ഇപ്പോൾ പത്രത്തിൽ വന്നിരുന്നു. ഇംഗ്ലണ്ടിൽ നടന്നതാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ചിലപ്പോൾ നടന്ന കാണാം. ഇത് 3 വർഷം മുമ്പിലുള്ള സർവേ ആണ്. ഒരു വീട്ടിൽ ഒരു 4 ആളുണ്ടെന്ന് വിചാരിക്കുക. ഇംഗ്ലണ്ട് 52% വീടുകളിൽ ഇത് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരം എല്ലാ ആളുകളും വരിക. ചിലപ്പോൾ അമ്മ അച്ഛന് ഏതോ അവരുടെ ജോലി ചെയ്തിട്ട് വരികയായിരിക്കും, കുട്ടികൾ കോളേജിൽ പോയിട്ടൊക്കെ വരികയായിരിക്കും. എല്ലാ ആളും വന്നിട്ട് അവരുടെ മുറികളിലേക്ക് പോകും. അമ്മ ഏതായാലും അവിടെയും അമ്മ നമ്മുടെ ആഹാരം തയ്യാറാക്കി എല്ലാ വീട്ടിൽ ഒരു മെസ്സേജ് തരും, ആഹാരം റെഡി ആയിട്ടുണ്ട്, എല്ലാ ആളും വന്ന് ഒന്ന് കഴിക്കണമെന്ന്. അപ്പോൾ അവർ പറയുന്നതിന് സർവേയിൽ അവർ ആദ്യത്തെ SMS ആരും മൈൻഡ് ചെയ്തില്ല. രണ്ടാമത്തെ SMS ഞാനിതെല്ലാം പാത്രങ്ങളൊക്കെ എല്ലാം വാഷ് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്, ഇനിയും 5 മിനിറ്റിൽ വന്നില്ലെങ്കിൽ പിന്നെ ആഹാരം പിന്നെ ഞാനവിടെ വെച്ചിട്ട് പോവും, പിന്നെ നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി. അന്നേ ഇവർ എല്ലാം ഓടി വരും. എല്ലാം അത് മൊബൈൽ നോക്കി ആഹാരം കഴിച്ചിട്ട് വീണ്ടും 5 മിനിറ്റിൽ എല്ലാം അവരുടെ മുറികളിലേക്ക് പോകും. ആ അവസ്ഥ 52% വീടുകളിൽ ഇംഗ്ലണ്ടിലും ഉണ്ട്. ഇന്ത്യയിൽ ഇല്ലാതെ ആർക്കും പറയാൻ പറ്റുമോ?
അത് വന്നോളൂ, ഇല്ലെങ്കിൽ അത് വന്നോളൂ. അല്ല ഇപ്പം തന്നെ വന്നല്ലോ പല വീടുകളിലും, ഇപ്പോൾ കേരളത്തിൽ പോലും അത് ഉണ്ടല്ലോ. വന്നു. നമ്മുടെ ഒരു കുട്ടിയെ നമ്മൾ മുറിയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അത് കുറച്ച് ഒന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഒരു SMS കൊടുക്കാനുള്ള അവസ്ഥ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ അല്ലെ കെയർ ചെയ്ത് വളർത്തുന്നതിൽ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച വരുന്നുണ്ട്. തെറ്റായ സ്നേഹം പാടില്ല. തെറ്റായ സ്നേഹങ്ങളാണ് കേരളത്തിൽ അതായത് ഇന്ത്യൻ സൊസൈറ്റിയിൽ നടക്കുന്നത്. എന്താണ് തെറ്റായ? ഒരിക്കലും കുട്ടി പറഞ്ഞ തെറ്റായ കാര്യം നമ്മൾ അത് കൂടെ നിൽക്കാൻ പാടില്ല. അത് നമുക്ക് ഉദാഹരണം ഞാൻ പറയാം. 20% കുട്ടികൾ കേരളത്തിൽ അവരുടെ അതായത് ഈ +1 +2 പഠിക്കുന്ന കുട്ടികൾ അവരുടെ സ്വന്തം വാഹനം ഓടിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. കാര്യം എനിക്ക് നേരിട്ട് ട്രാൻസ്പോർട്ട് കമ്മിഷണറായിട്ട് എനിക്കറിയാം. 27 അവരുടെ കയ്യിൽ ആ ബൈക്ക് എവിടെ നിന്ന് വന്നു? അവർക്ക് പേരൻസിന് അറിയാം ഇയാളുടെ അർഹത ഇല്ല, ഇയാളുടെ വയസ്സില്ല, ഇയാളുടെ ലൈസൻസ് ഇല്ല, ഇയാളുടെ കയ്യിൽ അത് കൊടുക്കാൻ പാടില്ല. പക്ഷേ അച്ഛന്മാരുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മുടെ മക്കളൊക്കെ അത് കൊണ്ടുപോയിക്കോട്ടെ, അത് സാരമില്ല. ഈ കുട്ടി ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ മറ്റെല്ലാ കുട്ടികളെ ചിലപ്പോൾ അപകടത്തിൽ മരിച്ചിരിക്കും, നമ്മുടെ കുട്ടി മരിക്കില്ല എന്ന ഭാവമാണ് ഇവിടെ എല്ലാ അച്ഛന്മാർക്ക്. മിക്കവാറും ഈ കുട്ടികൾ എല്ലാവരും അപകടത്തിൽപ്പെടുന്നു. എത്ര കുട്ടികൾ 18 വയസ്സിന് താഴെ ഇവിടെ അപകടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഈ വാഹനം വന്നതാണെങ്കിൽ അത് അച്ഛന്മാരുടെ അമിതമായ അടിസ്ഥാനമില്ലാത്ത സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില കുട്ടികളുടെ ജീവിതം വരെ പോകുന്നത്. അതേ കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ. മൊബൈൽ ഫോൺ ഇപ്പോൾ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, പിന്നെ 20 സംസ്ഥാനങ്ങൾ അമേരിക്കയിൽ അവിടെ നിയമം വന്നു 18 വയസ്സിന് താഴെ മൊബൈൽ ഫോണ്. ഓസ്ട്രേലിയ നിയമം വന്നത് 13 താഴെ നമ്മുടെ 16 ഇംഗ്ലണ്ടിൽ വന്നത് 16 വർഷത്തിൻ്റെ താഴെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനേ പാടില്ല. മൊബൈൽ ഫോണിന് അർത്ഥം പറഞ്ഞു വെച്ചാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് യൂട്യൂബിലെ സിനിമ കാണുക. രണ്ടാമത്തെ ഗെയിം കളിക്കുക. മൂന്നാമത്തെ വാട്സപ്പ് ചാറ്റ് സംസാരിക്കുക. ഈ 3 കാര്യങ്ങളാണ് 37%, 35%, 33% പറഞ്ഞത് ഇപ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ഒരു തടയാനുള്ള ഒരു നിയമം ഇന്ത്യയിൽ വരാൻ പോകുന്നു. ഓൾറെഡി ഇറ്റ് ഹാസ് ബീൻ പുട്ട് ഇൻ പാർലമെൻറ്റ്. അതിനകത്ത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിലും പറഞ്ഞു ഈ കുട്ടികൾ ആരും 18 താഴെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സർക്കാരോ അല്ലെങ്കിൽ പോലീസ് അറിഞ്ഞാൽ എന്തുകൊണ്ട് തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛന്മാരുടെ അവരായിട്ട് നടപടി വരാൻ പോകുന്നു. അത് നല്ലൊരു ഇതാണ്. അതിൻ്റെ മേളിൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുക. അവിടെയും ചർച്ച ഉണ്ടല്ലോ. അല്ല ഇപ്പം തന്നെ ഈ കുട്ടികൾ കരഞ്ഞാൽ ഉടനെ മൊബൈൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. 1 വയസ്സുള്ള കുട്ടി, 1.5 വയസ്സ്, എൻ്റെ പേരുകുട്ടികൾ ഞാൻ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ആരോടും നമ്മുടെ കുടുംബം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പേരുകുട്ടി 1.5 വയസ്സേ ഉള്ളൂ. ഇയാൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ മൊബൈൽ ഇല്ലെങ്കിൽ ഇയാൾ കഴിക്കില്ലെന്നേ. അത് അവിടെ ഇരിക്കട്ടെ. ചിലപ്പോൾ ഇയാളത് ഒരു വലിയ ദോഷമൊന്നും ചെയ്യില്ലാന്നേ ഇരിക്കട്ടെ. ചിലപ്പോൾ ആഹാരം കഴിച്ചിട്ട് ഇയാൾ പോട്ടെ, 1/2 മണിക്കൂർ. നമ്മുടെ ഈ അമ്മമാർക്ക് ഒരു വല്ലാത്ത ജോലി ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ 1/2 മണിക്കൂർ ഇയാൾ അത് ആഹാരം കഴിച്ചാൽ ഇയാൾ തിരിച്ചും ഫോൺ കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെയും മനസ്സിലാക്കാം. 13 വയസ്സുള്ള ആളുടെ 16 വയസ്സുള്ള ആളുകൾ അത് ഇയാൾ പെട്ടെന്ന് ഒരു ആഹാരം കഴിച്ച് ഫോൺ തിരിച്ച് തരുവൊന്നുമില്ല. ഇയാൾ സകല കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇയാൾ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് പോർണോഗ്രാഫീൻ്റെ ഇൻട്രസ്റ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് അവരുടെ കൂടെ പഠിക്കുന്ന ഈ പെൺകുട്ടികളുടെവരായിട്ട് ഈ ലൈംഗികമായ ഈ പ്രശ്നങ്ങൾ കൂടുതൽ അവർ ഇതിനകത്ത് മൊബൈലിൽ കണ്ടിട്ടാണ് അതെല്ലാം ആവർത്തിക്കാൻ അവരും ശ്രമിക്കുന്നത്. അല്ല ഈ പഠന കാര്യങ്ങൾക്ക് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിലും രാത്രി ഒരു വൈകി ഇത് ഉപയോഗിക്കാൻ അനുവദിക്കാൻ കാര്യങ്ങൾ അമ്മമാർ ചെയ്താലും അത് വലിയ ഗുണമുണ്ടാകുമെന്ന്. ഒന്ന്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇവിടെ യാതൊരു വിഷാദം അത് ആരും ഉപയോഗിക്കാൻ പാടില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഉപയോഗിക്കാം പാടില്ല. പിന്നെ നിങ്ങൾ കിടക്കാൻ പോവുകയാണെങ്കിൽ ആ മൊബൈൽ പുറത്ത് വെച്ചാൽ മതി. ഇത് മാത്രം ചെയ്താലും ഗുണമുണ്ടാകുമെന്ന്. പക്ഷെ നമ്മുടെ കഷ്ടം പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ പുതിയ ഒരു സർവേ വന്നു. അത് കേട്ടാൽ നമ്മളെല്ലാം ചിരിച്ചു പോകുന്നു. അതായത് അവർ പറയുന്നത് നമ്മൾ ജനിച്ച് വളർന്ന വർഷങ്ങൾ 1960 ശേഷം ജനിച്ച പാരൻസ് നമ്മളെല്ലാം അതിന്
1960 മുതൽ 1990 വരെ ജനിച്ച ആളുകൾക്ക് കുട്ടികളാണ് ഇപ്പോൾ ഈ പാരൻസിൻ്റെ ഒരു നമ്മുടെ ഇത് ഒരു ബേബി ബൂമിങ് ജനറേഷൻ എന്ന ആളുകളാണ് നമ്മളെല്ലാം. പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഈ കുട്ടികളെന്ന് പറയുന്നത് വെച്ചാൽ അപ്പോൾ ആരാണ് കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് ഒരു സർവേ ലോകത്തിൽ നടന്നു. അതായത് ബിറ്റ്വീൻ 1960 1990 ഇടയ്ക്ക് വന്നുള്ള പാരൻസും പിന്നെ 1990 ശേഷം ജനിച്ചത് 2005 2010 വരെയുള്ള ജനിച്ച കുട്ടികൾ തമ്മിൽ നോക്കുമ്പോൾ ആ പാവങ്ങളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മളാണെന്ന് അത് ശരി, പത്രത്തിൽ വായിച്ച കുട്ടികളെക്കാൾ. ദർ ഈസ് എ ബിഗ് സർവേ ഓൺ ദാറ്റ്. അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്? സ്വന്തമായിട്ട് നമ്മൾ പാരൻസ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കുട്ടീനോട് പറഞ്ഞാൽ കുട്ടി അത് കേൾക്കുന്ന പോലും ഇല്ല. നമ്മൾ മാതൃക കാണിക്കണം. നമ്മൾ മാതൃക കാണിക്കണം. നമ്മൾ പാരൻസ് അവർ ഉപയോഗിക്കാത്ത വീട്ടിൽ, പാരൻസ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത വീട്ടിലെ കുട്ടികളുടെ ഫോൺ ഉപയോഗം വളരെ കുറവാണ്. അത് സംശയമൊന്നും വേണ്ട. അതിൻ്റെ ഈ സ്പോർട്സിന് പോകാൻ കുട്ടിയെ അവർക്ക് ഒരു ഹോബി ഉണ്ട്, ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അതിൻ്റെ പുറകിൽ ഇയാൾ പോകുമല്ലോ. അത്രത്തോളം ഇയാൾ ലഹരിയും നമ്മൾ കഴിക്കാതെ ഇരിക്കുകയും ചെയ്യും, മൊബൈൽ ഫോണും ഉപയോഗിക്കാതെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ അങ്ങനെയാണ് IPS മാച്ച് തന്നെ നമ്മുടെ ആളുകൾ കാണുന്നത് മൊബൈൽ ഫോണിലാണ്. സാറ് പറയുന്നത് കളിക്കാൻ വിടണം എന്നുള്ളത്. കളിക്കാൻ വിടണം. സ്പോർട്സ് ഈസ് ദ ബിഗസ്റ്റ് ആൻറ്റിഡോട്ട് ടു ദ യൂസ് ഓഫ് ഡ്രഗ്സ്. കളിക്കാൻ വിടുക. അവർക്ക് പാട്ടോ ഡാൻസോ ഒക്കെ ആവശ്യം അവർക്ക് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലേക്ക് അവർ ഒരു നിർബന്ധമായിട്ട് അങ്ങോട്ട് അയക്കണം. സിനിമ കാണാം, കുടുംബത്തിന് കൂടെ സിനിമ കാണാൻ പോകണം. പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഒരു കുടുംബം 4 ആൾ അവർ ഒരു കുടുംബം ഒരുമിച്ച് പോയി സിനിമ കാണുകയാണെങ്കിൽ ആ കുടുംബം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. എത്ര ഫാമിലിയിലാണ് ഇപ്പോൾ പോയി ഒന്ന് സിനിമ പോയി കാണുന്നത്? അത് കുട്ടികൾ അവരുടെ കൂടെ ഏതോ ഒരു സിനിമ കാണുന്നു. അച്ഛന്മാർ ചിലപ്പോൾ പോവുകയാണെങ്കിൽ അവർ ഒറ്റയ്ക്കേ പോവുള്ളൂ. അവിടെ ആ സിനിമ കാണാനല്ല പ്രാധാന്യം. അവരെല്ലാം ഒരുമിച്ച് 3 മണിക്കൂർ 3-4 മണിക്കൂർ ഒത്തിരി, ചിലപ്പോൾ 1 മണിക്കൂർ കാറിൽ യാത്ര ചെയ്തു, തിരിച്ച് പോകുമ്പോൾ സംസാരിച്ചു. ടൈം സ്പെൻഡ് ടുഗദർ അവിടെ സിനിമ ഹാളിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു വലിയ സംഭവമാണെന്ന്. ഇപ്പോൾ ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള മാർഗ്ഗം നമുക്ക് എടുക്കാൻ പറ്റും. 4 വഴികളുണ്ട്. ഒന്ന്, ഈ കുട്ടിയെ ഈ പേരൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇയാൾ എന്തോ ഇതിൻ്റെ കെണിയിൽ പെട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് കുട്ടിയെ നേർക്ക് ഒന്ന് വിളിച്ചിട്ട് നിങ്ങളെന്തോ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. പിന്നെ ഈ അമ്മ സ്മാർട്ടാണെങ്കിൽ 3 വഴി കൊണ്ട് അമ്മക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി രഹസ്യമായിട്ട് ഇത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് ഒന്ന്, ഈ കുട്ടിയുടെ ഡ്രസ്സ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഹാൻഡ്സ് ആയാലും ഒരു കഞ്ചാവായാലും ഇല്ലെങ്കിൽ ഏതൊരു സിന്തറ്റിക് ഡ്രഗ് ആയാലും ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഇതെല്ലാം പ്രൊഫഷണൽ യൂസേഴ്സ് ഒന്നും ഇല്ലല്ലോ, അവർ കുട്ടികളല്ലേ. അവർ ഉപയോഗിക്കുമ്പോൾ അത് എവിടെയെങ്കിലും വീണും, ചിലപ്പോൾ ഡ്രസ്സിൽ വീണും, ചിലപ്പോൾ അവരുടെ ലഞ്ച് ബോക്സിൽ അവർ കഴിക്കുമ്പോൾ തന്നെ അവിടെ വീണും, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി റേപ്പറൊക്കെ എന്തെങ്കിലും ബാഗിൽ കാണും. അങ്ങനെ വരുള്ളൂ. ഇത് 3 സാധനങ്ങളും അമ്മ തിരിച്ച് വന്നിട്ട് നോക്കിയാൽ, അതായത് ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും തുറക്കുമ്പോൾ അതിനൊരു വല്ലാത്ത ഗന്ധം വല്ലതും ഉണ്ടോ, ലഞ്ചിലോ ആഹാരത്തിൻ്റെ ഗന്ധം മാത്രമൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ലല്ലോ, അതിന് ഒരു അതീക്ഷണമായ എന്തെങ്കിലും വേറെ ഗന്ധമുണ്ടോ, ഇല്ലെങ്കിൽ ഡ്രസ്സിനെ എവിടെയെങ്കിലും ഒന്ന് കാണാൻ പാടില്ലാത്ത പാടുകളുണ്ടോ, ഇല്ലെങ്കിൽ ബാഗിലെ ഈ കുട്ടിക്ക് എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി അവിടെ കാണും. ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ബാഗ്, ഡ്രസ് ആൻഡ് ലഞ്ച് ബോക്സ്, കുറേ സൂത്രങ്ങൾ കിട്ടിയിരിക്കും. അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കിട്ടിയാൽ തന്നെ ഒന്നാമത്തെ ഈ കുട്ടിയെ, അപ്പോൾ കുട്ടികളോട് നേരിട്ട് ചോദിച്ചാൽ അവർക്ക് ഒരു കൂടുതൽ സമയം അവരോട് അച്ഛനോട് ഒരു കള്ളത്തിൽ പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പറയും എനിക്ക് തെറ്റുപറ്റി എന്ന് സുഹൃത്തുക്കളും പറഞ്ഞ് കഴിക്കാൻ ഞാൻ കഴിച്ചു, ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഉദാഹരണങ്ങളും ഉണ്ട്. അത് പറ്റിയില്ലെങ്കിൽ കൗൺസിലിംഗ് ആണ് ഇതിന് വേണ്ടത്. കൗൺസിലിങ്ങിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നതിന് അവർ പോകാൻ തയ്യാറാവുന്നില്ല. പിന്നെ സമൂഹത്തിൽ ഒരു ടാബു ഉണ്ട്. കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അല്ലേ എന്തോ പ്രശ്നമുണ്ടായിരിക്കും. അപ്പോൾ ആ ടാബുവൊക്കെ
ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടാബു ഉണ്ടെങ്കിലും നാട്ടുകാർ സംസാരിക്കുകയാണെങ്കിലും ആ കുട്ടിയെ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലർ ഈ ലഹരി വസ്തു കഴിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പരീക്ഷ ഭയം ഒരു കാരണമാണ്. A+ ഗ്രേഡ് വരുമോ ഇല്ലയോ എന്ന് അത് ഒരു കാരണമാണ്. എനിക്ക് 95% മാർക്സ് വരുമോ ഇല്ലയോ, അങ്ങനെയാണല്ലോ ഈ പാരൻസും ഈ ടീച്ചേഴ്സും ഒക്കെ പറയുന്നത്. അപ്പോൾ ആ ഭയം കൊണ്ട് ഇയാൾ കഴിക്കുകയാണെങ്കിൽ ആ കൗൺസിലർ ആ ഭയം മാറ്റിത്തരും. കൗൺസിലർക്ക് മനസ്സിലാവും. ദേ വിൽ ആസ്ക് വൈ ആർ യു ടേക്കിംഗ്, എനിക്ക് ഈ ടെൻഷൻ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് സമയം സ്വസ്ഥതയായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന്. എന്ത് നിങ്ങളുടെ പ്രശ്നം എന്താണ്? എനിക്ക് A+ ഗ്രേഡ് ഈ വർഷം വരില്ല എന്ന് ചിലപ്പോൾ ഈ കൗൺസിലറോട് പറയുമല്ലോ. അപ്പോൾ ദെൻ ദേ വിൽ ടെൽ ദ പാരൻറ്റ്സ് നിങ്ങൾ ഇനിയും A+ ഗ്രേഡിൽ വിളിഞ്ഞ് ഇവിടെ നിർത്തിയാൽ മതി. പിന്നെ ഇയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പിന്നെ ഇയാൾ ഗുളി കഴിക്കാൻ പോകുന്നില്ല. കാരണം ദാറ്റ് ദി കൗൺസിലർ അവർക്ക് കഴിവുണ്ട് ഇത് മനസ്സിലാക്കാൻ. അത് പറ്റിയില്ലെങ്കിൽ സൈക്കട്രിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ടെൻഷൻ നിന്ന് പുറത്ത് വരാൻ വേണ്ടി, ഇല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിന് പുറത്ത് വരാൻ വേണ്ടി, ഇതിന് കാരണം ഇതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിയുമായി എന്തെങ്കിലും ഒരു നമ്മളെ ആ വയസ്സല്ലേ, അവരോട് എന്തെങ്കിലും അവരോട് സംസാരിച്ച് കാണാം, അവരതിനകത്ത് ഇൻട്രസ്റ്റ് ചിലപ്പോൾ കാണിച്ചില്ലായിരിക്കാം. കുട്ടികൾക്ക് അത് മതി, ഇരുന്ന് ഡിപ്രഷനിൽ പോകാനൊക്കെ. ഇല്ലെങ്കിൽ മാർക്സ് ഈ പ്രാവശ്യം വരില്ല എന്ന് പറഞ്ഞിട്ട് അതും ഒരു ഡിപ്രഷനാവാം, ടെൻഷനാവാം. ഇതിന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഗുളികളുണ്ട്. സൈക്കട്രിസ്റ്റ് വിൽ ഗീവ് ദി മെഡിസിൻ ആൻഡ് ദേ വിൽ ബി ഓൾ റൈറ്റ്. അതുമില്ലെങ്കിൽ പിന്നെ ഡി-അഡിക്ഷൻ സെൻറ്ററുകൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഓരോരോ ഡി-അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. ട്രിവാൻഡ്രത്തിലാണെങ്കിൽ നെയ്യാറ്റിൻകരയിലും ഉണ്ട്. രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട്. എത്രയോ ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2018 14 ജില്ലയിൽ 14 ഡി-അഡിക്ഷൻ സെൻറ്ററിൻ്റെ മാത്രം റിപ്പോർട്ട് നോക്കിയാൽ മതി. ഡി-അഡിക്ഷൻ സെൻറ്റർ പ്രൈവറ്റ് സെക്ടറിൽ ധാരാളമുണ്ട്. അവിടെ ഒരു 2 ലക്ഷമെങ്കിലും കുട്ടികൾ അവിടെ വന്ന് ചികിത്സ തേടി, അവിടെ കിടന്ന് ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട്. ഫോളോ അപ്പ് ആക്ഷൻ കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതുപോലെ മറ്റൊരു കാര്യം, ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാർക്ക് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അഭിനയത്തിനുള്ളൊരു ഉത്തേജനമായി മാറും എന്ന് പറയുന്നത് ശരിയാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇതൊക്കെ അത് ശരിയല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഐ എം എ ടീറ്റോട്ടലർ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ ബോധം തന്നെ കുറഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചെയ്യാനുള്ള കാര്യം, ആ ആക്ടിങ്ങൊക്കെ നല്ല രീതിയിൽ നമുക്ക് നടക്കാൻ പോലെ പറ്റാതെയാണെന്ന് എങ്ങനെ അഭിനയം ചെയ്യാൻ പറ്റുക? ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, സാറിന് സിനിമയിലേക്ക് വളരെ തൽപരനാണ്. ഇപ്പോൾ അത് സ്വന്തമായി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് പറയാം ആയില്ല. അപ്പോൾ എല്ലാ ആശംസകളും. യെസ്, നമസ്കാരം.